നമ്മെ ഓരോരുത്തരെയും ദുഃഖത്തിലാഴ്ത്തുന്ന വലിയൊരു വാർത്തയാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. വിജയ് സേതുപതി നടത്തിയ ഒരു ശക്തി പ്രകടനത്തിൽ, ശക്തി യാത്രയിൽ, അല്ലെങ്കിൽ ശക്തി സമ്മേളനത്തിൽ വിജയ് സേതുപതിയേക്കാളും VIP-കളായിട്ടുള്ള ഒരുപാട് സാധാരണക്കാർ മരണപ്പെട്ടു എന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. തീർച്ചയായിട്ടും പലപ്പോഴും എന്തെങ്കിലും രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാടുകളിൽ സാധാരണക്കാർ എത്രമാത്രം കുടുങ്ങിപ്പോവാറുണ്ട്. ഇവിടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് യാത്രകൾക്ക് വഴിമുട്ടി, പരീക്ഷ എഴുതാൻ വഴിമുട്ടി പോകുന്ന ഒരുപാട് സാധാരണക്കാർ. എനിക്ക് പറയാനുള്ളത് ഇത്തരം വേദികളിൽ പങ്കെടുക്കാനേ പാടില്ല. ഇന്നൊരു രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ മറ്റെല്ലാ മീഡിയകളും ഉണ്ടല്ലോ. 24 മണിക്കൂറും ആൾക്കാർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അതുവഴിയൊക്കെ ചെയ്താൽ പോരെ, അല്ല TV, വാർത്ത ഇതൊക്കെ വഴി പരസ്യം ചെയ്താൽ പോരെ. എന്തിനിങ്ങനെ ശക്തി പ്രകടനങ്ങൾ? വളരെ അപകടം പിടിച്ചതാണ്. നമ്മുടെ നാടിനെ സേവിക്കുന്നവർ, അവർക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ശക്തി പ്രകടനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ജീവിതം വഷളാക്കുമ്പം, ഇതുപോലെ മരണങ്ങളും മറ്റും സംഭവിക്കുമ്പം നമ്മളൊക്കെ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു നേതാവിനേക്കാളും വിലപ്പെട്ടതാണ് ആ നേതാവായി കാണുന്നൊരു വ്യക്തി എന്നുള്ളൊരു ബോധം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു സമ്മേളനത്തിലൊന്നും ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല. അവനവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പലരും സിന്ദാബാദ് വിളിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് റാലികളിലൊക്കെ പങ്കെടുത്ത് അവിടെ റോഡ് സ്തംഭിപ്പിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരുപാട് ജീവിതങ്ങൾ അവിടെ കുടുങ്ങിപ്പോവും. ഒരുപാട് ജീവിതങ്ങൾ ചിലർ മരിച്ചു പോകുന്നു, ചിലർ മരിച്ച സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ. ഇതുപോലുള്ള റാലികൾ നിരോധിക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ നിരോധിക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. കാരണം എല്ലാവർക്കും വേണ്ടത് ഞങ്ങളാണ് വലിയ ശക്തി കാണിക്കാനുള്ള ഒരു വാശിയിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും തോന്നുന്നു. എന്തായാലും നമ്മളിന്നിവിടെ പറഞ്ഞ ഈ രാജ്യത്തെ ഏതൊരു നേതാവിനേക്കാളും വിലപ്പെട്ട അസാധാരണക്കാർക്ക് അവർക്കൊരു അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ.